സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മേയർ ഉൾപ്പെടെയുള്ളവർ ജയിലിന് പുറത്തേക്ക് വന്നു. അവിടെ വെച്ച് പ്രതികരിക്കാമെന്നായിരുന്നല്ലോ നേരത്തെ അറിയിച്ചത്. വിജയകുമാർ, ഇപ്പോഴും ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മേയർ അടക്കമുള്ളവർ പുറത്തേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് ഇത് പ്രധാന കവാടമാണ്. അപ്പോൾ ഈ ജയിൽ കോമ്പൗണ്ടിനകത്ത് അവർക്ക് സംസാരിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പുറത്ത് വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ വാഹനങ്ങൾ ഓരോന്നായി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. കാരണം ഇവരെ ഇറക്കിയതിന് ശേഷം തിരികെ വന്ന വാഹനങ്ങളാണ്. ആ വാഹനങ്ങളൊക്കെ ഇപ്പോൾ കയറിപ്പോകുന്നുണ്ട്. ചെക്ക് പോസ്റ്റിലേക്ക് നോക്കിയാൽ ആ ദൃശ്യങ്ങൾ കാണാം നമുക്ക്. ഈ ചെക്ക് പോസ്റ്റിന്റെ ഈ ഭാഗത്ത്, അതായത് അതിലൂടെയാണ് അവർ കയറിപ്പോയത്. ഈ ഭാഗത്തു കൂടിയായിരിക്കും അവർ വരിക. ഇപ്പോൾ ഇവരുടെ വാഹനങ്ങളൊക്കെ അകത്തേക്ക്, അതേപോലെ നിരവധി വാഹനങ്ങളുണ്ടായിരുന്നു. ആ വാഹനങ്ങളെല്ലാം തന്നെ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവർ ഈ ഭാഗത്തേക്ക്, അതായത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് അവർ എത്തുകയും ചെയ്യും. ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം പോലീസിൻ്റെയൊക്കെ വലിയ വിന്യാസമുണ്ട്. ഇത് ഈ ജയിലിനകത്ത് ഈ സന്ദർശകരാണ്, ജയിലിലേക്കുള്ള സന്ദർശകരാണ്. അവരെ ഒന്നും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാരണം കയറ്റി വിട്ടിരുന്നില്ല. ഈ 11 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ സന്ദർശകരായി എത്തിയ ആളുകളെ തന്നെ ഇപ്പോൾ ഈ ജയിലിനകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ BJP പ്രവർത്തകർ കൂടി ഈ ജയിലിന് പുറത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ചരിത്ര സംഭവം തന്നെയാണ്. അതായത് ജയിലിനകത്ത് ഇത്തരത്തിലൊരു തടവുകാരനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ്. പക്ഷേ BJP പ്രവർത്തകർ അടക്കമുള്ളവർ ഈ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഈ ലൈവൊക്കെ വെച്ച് കണ്ട് അങ്ങനെയൊക്കെ നിന്ന ആളുകളാണ്. ഈ സത്യപ്രതിജ്ഞ കണ്ടോ? കണ്ടിട്ടില്ല, ഞങ്ങൾ നേരിട്ട് കാണാൻ വെച്ചാൽ ടിവിയിലൂടെ കണ്ടോ? കണ്ടു. എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. കാരണം എന്താ പറയുക, ഒരു സത്യം ജയിച്ചു എന്ന് തോന്നി. കാരണം ഇവിടുത്തെ LDF ആയാലും UDF ആയാലും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഹൈക്കോടതി ഇടപെട്ട് ഈ ഒരു നീതി വാങ്ങിക്കൊടുത്തതിൽ വളരെ സന്തോഷം. അത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് ഇപ്പോൾ BJP പ്രവർത്തകരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇവരൊക്കെ ഇവിടെ, അതായത് ഈ ജയിലിന് പുറത്ത്, ഇങ്ങനെ ഈ കോമ്പൗണ്ടിന് പുറത്ത് കാത്തുനിന്ന ആളുകളാണ്. ഇവർ ഓരോരുത്തരും ഈ യൂട്യൂബിലൊക്കെ ലൈവൊക്കെ വെച്ച് എന്തായാലും ഈ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. അതെ, വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് BJP സംബന്ധിച്ചൊരു നേട്ടമായിട്ടാണ് കാണുന്നത്. പിന്നല്ലാണ്ട് ഞങ്ങൾക്ക് വളരെ നേട്ടമുള്ള ദിവസമാണെന്ന്. അതാണ് വിജയകുമാർ, BJP പ്രവർത്തകരൊക്കെ വലിയ സന്തോഷത്തിലാണ്. അവർ ഒരു നേട്ടമായി അവതരിപ്പിക്കുന്നത്. പക്ഷേ മറുതലക്കൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ LDF ഒക്കെ ആകട്ടെ, അവർ പറയുന്നത് അപമാനകരമായ നടപടിയാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത് അപമാനകരമെന്ന പ്രതിരോധം അവരും തീർക്കുന്നുണ്ട്. പക്ഷേ BJP സംബന്ധിച്ചും NDA ഒക്കെ സംബന്ധിച്ചും അവരൊരു ഭരണ പ്രതിസന്ധിയായിരുന്നു ഈ സത്യപ്രതിജ്ഞ നീണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് 2 ദിവസത്തെ ഇളവ് അനുവദിച്ചുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. അതിൽ പക്ഷേ കോടതി ഈ ജയിലിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ അനുവദിക്കാം എന്ന തരത്തിൽ ഉത്തരവ് നൽകുകയും, എന്തായാലും മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന സത്യപ്രതിജ്ഞ അത് ജയിലിൽ അപൂർവമെന്നേ പറയാനുള്ളത്. ഈ വാഹനങ്ങളെല്ലാം തന്നെ അവരെ തിരികെ കൊണ്ടുവരുന്നതിന്, അതായത് ഈ VV രാജേഷ് ഒപ്പം പോയ BJP പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്, അവരെ എല്ലാവരെയും തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി വാഹനങ്ങൾ വീണ്ടും ഈ ചെക്ക് പോസ്റ്റിലൂടെ, പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് കയറുന്നു. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഇവർ മടങ്ങി വരും എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അദ്ദേഹം അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും സംസാരിക്കാൻ കഴിയില്ല. പുറത്തെത്തിയതിനു ശേഷം സംസാരിക്കാം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർക്കടക്കം അവിടെ നിയന്ത്രണങ്ങളുണ്ട്. അക്രഡിറ്റഡ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരെയാണ് ഈ പ്രവേശിപ്പിച്ചത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആശ്വാസകരമായ നടപടി, അതായത് ഈ ഒരു വലിയ ഭരണപ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ ഭരണപ്രതിസന്ധി ഒഴിഞ്ഞു കിട്ടിയതിൻ്റെ ആശ്വാസം അത് BJPയെ സംബന്ധിച്ചുണ്ട്, BJP നേതാക്കളെ സംബന്ധിച്ചുണ്ട്. അവർക്ക് ഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന താൽക്കാലികമായ ഒരു ഗ്രീൻ സിഗ്നൽ എന്ന് പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. സുഗതന്റെ സത്യപ്രതിജ്ഞയോടുകൂടി ഇനി ഈ കൗൺസിൽ യോഗത്തിലടക്കം പങ്കെടുക്കാത്തത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. കോൺഗ്രസ് ക്യാമ്പ് വിശ്വസിക്കുന്ന നിലവിൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് 2 ദിവസത്തെ ഇളവ് നൽകി സുഗതൻ അവിടെ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ കൗൺസിൽ യോഗത്തിലടക്കം പങ്കെടുത്ത് മടങ്ങാനായിരുന്നു ഒരു സാധ്യത. ആ കൗൺസിൽ യോഗത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ സാധിക്കാതിരുന്നത് ഒരു രാഷ്ട്രീയ നേട്ടമായി അവർ കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ഈ കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായി പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ഉള്ള നടപടികളിലേക്ക് അടക്കം പോകാൻ കഴിയും, അങ്ങനെ ഒരു ഭരണപ്രതിസന്ധി സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ കോൺഗ്രസ് ക്യാമ്പ് അടക്കം കണക്ക് കൂട്ടുന്നത്. പക്ഷേ BJP സംബന്ധിച്ച് അവർ തികഞ്ഞ പ്രതീക്ഷയിലാണ്. കാര്യം അയോഗ്യനാക്കപ്പെടും സുഗതൻ എന്ന് കണക്ക് കൂട്ടിയിടത്ത് നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ജയിലിനകത്ത് തന്നെ അവസരം നൽകിയെന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറെ നേട്ടമായി പറയുന്ന ഒരു ചരിത്ര നിമിഷം. അതായത് നാളുകളിൽ ഇപ്പോൾ ഒരു റഫറൻസ് കേസായൊക്കെ പരിഗണിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സുഗതന്റെ കേസ് മാറുകയാണ്. കാരണം ഒരു കാപ്പ കേസ് തടവുകാരൻ ജയിലിനകത്ത് കിടക്കുന്നു. അപ്പോഴും കോടതി പറയുന്നു ജനവിധി അംഗീകരിക്കണം, ആ മാൻഡേറ്റ് അംഗീകരിക്കണം, ആ മാൻഡേറ്റ് മുൻനിർത്തിക്കൊണ്ട് ജയിലിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണം. അപ്പോൾ ഈ തടവിലാണെങ്കിൽ പോലും ജനവിധി എന്ത് എന്നത് ഏത് തരത്തിൽ വ്യാഖ്യാനിക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർവചനമായി ഈ കോടതി ഉത്തരവ് മാറി
മാറുകയാണ്. അങ്ങനെ ഒരു ചരിത്ര നിമിഷത്തിനാണ് ആ 11 മണിക്ക് സാക്ഷ്യം വഹിച്ചത്. 11:02 സത്യപ്രതിജ്ഞ തുടങ്ങുന്നു. മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന നടപടിക്രമം. തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിവെക്കുന്നു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. അങ്ങനെ സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അത് അധികാരമേറ്റിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെ ഈ ചിത്രീകരണത്തിന് പോയ മാധ്യമ സംഘത്തിൽപ്പെട്ട ആളുകൾ മടങ്ങി തുടങ്ങിയിരിക്കുന്നു. അവരെ പോലീസ് വലയത്തിൽ തന്നെ വീണ്ടും എങ്ങനെയാണോ അവരൊക്കെ അകത്തേക്ക് പോലീസ് സുരക്ഷയിൽ കയറിപ്പോയത് അതേ രീതിയിൽ അവരും മടങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ സൂപ്രണ്ടുമായി വി രാജേഷ് അടക്കം സംസാരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അവർ മിനിറ്റുകൾക്കുള്ളിൽ അവരും തിരികെ മടങ്ങി വരാനാണ് സാധ്യത. ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ എല്ലാവരും ഈ പ്രധാന ചെക്ക് പോസ്റ്റിൽ നിന്ന്, അതായത് ഈ സുരക്ഷാ ഗേറ്റാണ്, ഈ സുരക്ഷാ ഗേറ്റിൽ നിന്ന് അവരുടെ ID കാർഡുകൾ അടക്കം പരിശോധിച്ച് പിന്നീട് പോലീസ് വലയത്തിൽ അവരെ നടത്തിയാണ് ആ പ്രദേശത്തേക്ക് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച അല്ലെങ്കിൽ ആ ചടങ്ങ് ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകരാണ് തിരികെ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഡെപ്യൂട്ടി മേയറുണ്ട്, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഉണ്ട്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണസാരഥികൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. അപ്പോഴും വി രാജേഷ് അകത്തേക്ക് കയറിപ്പോകുമ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, അതായത് 20 മിനിറ്റ് കാത്തിരിക്കൂ, ഞാൻ ആ കോടതി ഉത്തരവ് നടപ്പാക്കി തിരികെ വന്നതിന് ശേഷം രാഷ്ട്രീയ മറുപടി എന്നുള്ളതാണ് അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം. അങ്ങനെയെങ്കിൽ വി രാജേഷ് ഇവിടെ എത്തിയതിനു ശേഷം എന്തായിരിക്കും പറയുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ശബരിനാഥ് അടക്കം പറഞ്ഞ കാര്യം അപമാനകരമാണ്. നമ്മൾ ഈ സംസാരിക്കുന്നതിനിടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുന്നിൽ അവിടെ LDFന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. LDF പ്രതിഷേധിക്കുന്നത് ഈ സുഗതൻ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനിടയായ സാഹചര്യം സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വിമർശനം LDFും BJPയും ഒക്കെ ഉയർത്തുന്നുണ്ട്. ഇടതുമുന്നണിയുടെ പ്രതിഷേധം അതിനിടയിൽ തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ നടക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് നടക്കുന്നു. അല്പസമയത്തിനകം ഇക്കാര്യത്തിലുള്ള കൂടുതൽ പ്രതികരണം, BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകും. നേരത്തെ സൂരജ് സൂചിപ്പിച്ചതുപോലെ മാധ്യമപ്രവർത്തകരെ കോടതി നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇതിന് സാക്ഷികളാകാൻ ജയിലിലേക്ക് കൊണ്ടുപോയത്, ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയത്. അവർ അത് സത്യപ്രതിജ്ഞ പൂർത്തിയായ മുറയ്ക്ക് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സൂരജ് സൂചിപ്പിച്ചതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യം. ഇനിയിപ്പോൾ 3 കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ സുഗതൻ്റെ അംഗത്വം റദ്ദാക്കപ്പെടും, അസാധുവാക്കപ്പെടും. ആ സാഹചര്യം ഒഴിവാക്കാനായിരുന്നു BJP ഈ തിരുവനന്തപുരത്ത് വെച്ച് സത്യപ്രതിജ്ഞ നടത്താൻ കഴിയുമോ എന്ന് നോക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊപ്പം തന്നെ കൗൺസിൽ യോഗം കൂടി ചേർത്ത് ഒരു സുഗതനെ അതിൽ പങ്കെടുപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇപ്പോഴും BJPക്ക് അതെങ്ങനെ ആ പ്രതിസന്ധി മറികടക്കണം എന്നതിൽ കൃത്യമായ മറുപടിയില്ല. ഒരു പക്ഷേ വി രാജേഷിനോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് മറുപടി മേയർ പറയും എന്ന് നോക്കാം. ആ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സൂരജ്, ജയിലിൽ നിന്നിപ്പോൾ? വിജയകുമാർ, തീർച്ചയായും. അതായത് ഇതിനകത്തേക്ക്, അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് മാധ്യമപ്രവർത്തകരുമായി പോയ സംഘമാണ്, ഉദ്യോഗസ്ഥരാണ്. അവരാണ് ഇപ്പോൾ ഈ പ്രധാന സുരക്ഷാ ഗേറ്റിന് മുന്നിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. വി രാജേഷ് അടക്കം അല്പസമയത്തിനകം എത്തുകയും ചെയ്യും. വിജയകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ആ പോയിന്റിൽ തന്നെ നമ്മൾ ഊന്നണം. അതായത് 2 ദിവസത്തേക്ക് ഈ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഈ ഇളവ് അനുവദിക്കണം എന്ന് അടക്കം BJP സ്വിച്ച് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. അവിടെ സുഗതൻ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും സത്യപ്രതിജ്ഞാ ചടങ്ങ് മാത്രമല്ല, ഈ നഗരസഭ കൗൺസിൽ യോഗത്തിലടക്കം സുഗതനെ പങ്കെടുപ്പിക്കാൻ കഴിയും. അങ്ങനെ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്ത ആളെ അയോഗ്യനാക്കുന്ന നടപടിയിൽ നിന്ന് സുഗതനെ ഒഴിവാക്കുകയും ഭരണപ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കാണുക എന്നുള്ളതായിരുന്നു. ഈ 2 ദിവസത്തെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി അവധി അനുവദിക്കണം, അല്ലെങ്കിൽ ഈ പരോൾ അനുവദിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു കാരണം. പക്ഷേ അവിടെ ഒരു തന്ത്രപരമായ തീരുമാനമെടുക്കുന്നു. വേണമെങ്കിൽ കോൺഗ്രസ് അടക്കം, അതായത് സർക്കാർ ഇതിൽ സ്വീകരിച്ച നിലപാട്, വേണമെങ്കിൽ ജയിലിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം, അത് കോടതി തീരുമാനിക്കണം എന്നുള്ളൊരു നിലപാട് സർക്കാരും അറിയിക്കുകയും ചെയ്തു. പക്ഷേ കോടതി അതിൽ സുപ്രധാന തീരുമാനമെടുത്തു, മാൻഡേറ്റ് അംഗീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താം എന്നുള്ളതായിരുന്നു കോടതി മുന്നിൽ കണ്ട കാര്യം. അങ്ങനെ ആ മാൻഡേറ്റ് അംഗീകരിച്ചുകൊണ്ട് കോടതി ഒരു ഉത്തരവ് നടപ്പാക്കിയപ്പോൾ പക്ഷേ BJP ഒരർത്ഥത്തിൽ വെട്ടിലായി എന്ന് വേണം പറയാൻ. മറുതലക്കൽ സുഗതനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഈ ഭരണപ്രതിസന്ധി ഇപ്പോഴും ഒഴിവായെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 3 കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുക്കണം. പങ്കെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും അയോഗ്യനാക്കപ്പെടുന്ന നടപടികളിലേക്ക് പോകാൻ കൂടി കഴിയും. അത് BJP എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ ജാമ്യാപേക്ഷ അടക്കം നീളുന്ന ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാതെ ഇങ്ങനെ നീളുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സുഗതന്റെ ഈ അയോഗ്യനാക്കപ്പെടുമോ, അല്ലെങ്കിൽ സുഗതന്റെ ഈ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ സുഗതൻ അയോഗ്യനാക്കപ്പെടുമോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കും BJPയുടെ ഇതിനകത്തുണ്ടാകുന്ന ഒരു പ്രതികരണം? അത് തന്നെയാണ് ഇപ്പോൾ ഇതിൽ പ്രധാന ചർച്ചയായി മാറുന്നത്. പക്ഷേ ഇവിടെ കാണാം, കോൺഗ്രസ് അടക്കം സ്വീകരിച്ച നിലപാടിൽ അതിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ഇടതുമുന്നണി. ഇവിടെ BJPക്കെതിരെ ഒരു കടുത്ത നിലപാടെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. തിരുവനന്തപുരം
തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു. അതേ കോൺഗ്രസ് സർക്കാർ തന്നെ ഈ ജയിലിനകത്ത് ഈ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് നിലവിൽ ഇടത് ക്യാമ്പ് ഉയർത്തുന്ന വിമർശനം. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച് അവർ ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. ഈ സുഗതനെ ഏതെങ്കിലും തരത്തിൽ ഈ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ അയോഗ്യനാക്കാൻ കഴിയുമെങ്കിൽ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുമെങ്കിൽ അത് രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ അവിടെ കോൺഗ്രസും BJPയും ഒരുപോലെ ഈ വിഷയത്തിൽ വെട്ടിലാകുന്നത് വേണം നമുക്ക് കാണാൻ. VV രാജേഷ് അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രതികരണം ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നിൽ LDF സൂരജ് അവിടെ തുടരുക. Big TV without fear or favor.